നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ്. പാലക്കാട്ട് റോഡ് ഉപരോധ സമരത്തിൽ സംഘർഷം. പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു. വാടാനംകുറിശ്ശിയിലെ യാത്രാക്ലേശം. പ്രതിഷേധവുമായി BMS. മോട്ടോർ ആൻഡ് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച്. വാടാനംകുറിശ്ശി മേൽപ്പാലം സർവീസ് റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് മുഖ്യ ആവശ്യം. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ്. തൃശൂർ സ്വദേശിനിയുടെ 80 ലക്ഷം രൂപ തട്ടിയെടുത്ത കർണാടക സ്വദേശികൾ അറസ്റ്റിൽ. തൃശൂർ സിറ്റി പോലീസ് പ്രതികളെ പിടികൂടിയത് ബെല്ലാരി പോലീസിന്റെ സഹായത്തോടെ കർണാടകയിൽ വെച്ച്. അട്ടപ്പാടിയിൽ കേന്ദ്ര പദ്ധതികൾ ആസൂത്രിതമായി അട്ടിമറിക്കപ്പെടുകയാണെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലൻ. ഇക്കാര്യത്തിൽ ഇടത് ഐക്യമുന്നണിക്കാരും ഉദ്യോഗസ്ഥരും ഒറ്റക്കെട്ടെന്നും ആരോപണം. അട്ടപ്പാടി മണ്ഡലം BJP ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. 9 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ മുള്ളൂർക്കര സ്വദേശിക്ക് 40 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും. വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത് മുള്ളൂർക്കര കൂർക്കപ്പറമ്പിൽ 54 വയസ്സുള്ള സുരേഷിനെ. കേസിനാസ്പദമായ സംഭവം നടന്നത് 2024 മാർച്ചിൽ. വാർത്തകൾ വിശദമായി. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട്ട് യൂത്ത് കോൺഗ്രസ് റോഡ് ഉപരോധിച്ചു. തുടർന്ന് പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ മാറ്റാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന മുന്നറിയിപ്പുണ്ടായിട്ടും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉപയോഗിക്കാൻ അനുവദിച്ചതാണ് ബിന്ദുവിൻ്റെ മരണത്തിനിടയാക്കിയത്. അപകടത്തെ മന്ത്രിമാരായ വീണ ജോർജും വാസവനും നിസ്സാരവൽക്കരിച്ചത് രക്ഷാപ്രവർത്തനം മണിക്കൂറുകൾ വൈകിപ്പിച്ചു. ഇത് മന്ത്രിമാരുടെ ഉത്തരവാദിത്തമില്ലായ്മയാണെന്ന് യൂത്ത് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ആരോഗ്യമന്ത്രി സിസ്റ്റത്തിൻ്റെ പേരിൽ അനുദിനം പുകമറ സൃഷ്ടിച്ച് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. DCC പരിസരത്തു നിന്നാണ് പ്രകടനം ആരംഭിച്ചത്. സുൽത്താൻപേട്ടയിൽ സമാപിച്ചു. തുടർന്ന് റോഡ് ഉപരോധിച്ച പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു. പ്രതിഷേധം നീണ്ടുപോയതോടെയാണ് പോലീസുമായി സംഘർഷമുണ്ടായത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ്, മണ്ഡലം പ്രസിഡന്റ് PS വിപിൻ, KSU ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി, വിനോദ് ചെറാട്, ജനറൽ സെക്രട്ടറിമാരായ ശ്യാം ദേവദാസ്, PT അജ്മൽ, അജാസ് കുഴൽമന്ദം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാടാനംകുറിശ്ശിയിലെ യാത്രാക്ലേശത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് BMS മോട്ടോർ ആൻഡ് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ്. ആവശ്യമുന്നയിച്ച് BMS നേതൃത്വത്തിൽ തൊഴിലാളികൾ പ്രതിഷേധ മാർച്ച് നടത്തി. വാടാനംകുറിശ്ശി മേൽപ്പാലം സർവീസ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വെള്ളിയാഴ്ച രാവിലെ BMS മോട്ടോർ ആൻഡ് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. വാടാനംകുറിശ്ശി ഹൈസ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് റെയിൽവേ ഗേറ്റിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ BMS ജില്ലാ സെക്രട്ടറി K. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ ജോയിന്റ് സെക്രട്ടറി രാജേഷ് തത്തനംപിള്ളി സ്വാഗതം പറഞ്ഞു. യൂണിയൻ മേഖലാ സെക്രട്ടറി ചെമ്പ്ര രാജീവ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം വിജയരംഗൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ശശി ചോറോട്ടൂർ, BMS ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ പ്രതികൾ കർണാടകയിൽ വെച്ച് തൃശൂർ സിറ്റി പോലീസിന്റെ പിടിയിൽ. തൃശൂർ സ്വദേശിനിയുടെ 80,70,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതികളായ കർണാടക സ്വദേശികളാണ് പിടിയിലായത്. ബെല്ലാരി കൗവൽ ബസാർ സ്വദേശി മൻസൂർ അഹമ്മദ് 40 വയസ്സ്, ബെല്ലാരി ജയനഗർ സ്വദേശി മുഹമ്മദ് ഇക്ബാൽ 52 വയസ്സ് എന്നിവരെയാണ് തൃശൂർ സിറ്റി പോലീസ് കർണാടകയിൽ നിന്ന് പിടികൂടിയത്. നിക്ഷേപത്തിന് കൂടുതൽ പണം ലാഭം വാഗ്ദാനം ചെയ്ത് ഷാർദുൽ ജാനി എന്ന പേരിൽ തൃശൂർ സ്വദേശിനിയായ സ്ത്രീയെ
മൊബൈൽ വഴി ബന്ധപ്പെടുകയായിരുന്നു. പിന്നീട് കൃത്രിമ ട്രേഡിംഗ് ടിപ്സ് നൽകി അബാൻസ് ട്രേഡിംഗ് ലീഡേഴ്സ് എന്ന ഗ്രൂപ്പിൽ ചേർക്കുകയും അബാൻസ് പ്രോ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ട്രേഡിംഗിൽ ഏർപ്പെടുത്തുകയും ചെയ്തു. പരാതിക്കാരിയിൽ നിന്ന് 12 തവണകളിലായി വിവിധ ബാങ്കുകളിലേക്ക് 80.7 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുകയായിരുന്നു. സ്ത്രീക്ക് നിക്ഷേപിച്ച പണവും ലാഭവും തിരിച്ചു കിട്ടാതെയായപ്പോൾ നിക്ഷേപ തട്ടിപ്പാണെന്ന് മനസ്സിലായി. സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു. പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ അന്വേഷണം ആരംഭിച്ചു. പിന്നീട് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ IPSന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ DCRB അസിസ്റ്റന്റ് കമ്മീഷണർ സജു ജോർജിൻ്റെ നേതൃത്വത്തിൽ സിറ്റി സൈബർ ക്രൈം പോലീസ് SHO VS സുധീഷ് കുമാർ ഉൾപ്പെടെ അന്വേഷണ സംഘം രൂപീകരിക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അന്വേഷണത്തിൽ പണം JS എഞ്ചിനീയറിംഗ് എന്ന സ്ഥാപനത്തിലെത്തിയതായി വ്യക്തമായി. ഈ അക്കൗണ്ട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അക്കൗണ്ട് കർണാടകയിലെ ബെല്ലാരി സ്വദേശികളായ മൻസൂർ അഹമ്മദ്, മുഹമ്മദ് ഇക്ബാൽ എന്നിവർ കൈകാര്യം ചെയ്തിരുന്നതായും പരാതിക്കാരിയിൽ നിന്ന് തട്ടിയെടുത്ത പണം ബാംഗ്ലൂരിലെ ഒരു ഗ്രൂപ്പിന് കൈമാറിയതായും തെളിഞ്ഞു. പ്രതികൾ കർണാടകയിലെ ബെല്ലാരി എന്ന സ്ഥലത്ത് തന്നെയുണ്ട് എന്ന രഹസ്യ വിവരം തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി ആർ ഇളങ്കോ IPSന് ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണ സംഘം ബെല്ലാരിയിലെത്തുകയും ബെല്ലാരി പോലീസിൻ്റെ സഹായത്തോടെ ഇരുവരെയും അതിവിദഗ്ധമായി പിടികൂടുകയുമായിരുന്നു. അറസ്റ്റിലായ പ്രതികൾ സമീപകാലത്ത് നടന്നുവരുന്ന നിരവധി സൈബർ തട്ടിപ്പ് സംഘങ്ങളിലെ പ്രധാനികളുമായി അടുപ്പമുള്ളവരും ഇത്തരത്തിൽ രാജ്യത്തുടനീളം നടന്നുവരുന്ന സൈബർ തട്ടിപ്പുകളിൽ ഉൾപ്പെട്ട പണം തട്ടിയെടുക്കുന്നതിന് നേതൃത്വം നൽകുന്നവരുമാണ്. സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകൾ ശേഖരിച്ച് തട്ടിപ്പിനിരയാക്കുന്നതാണ് രീതി. ആളുകളിൽ നിന്ന് നഷ്ടപ്പെടുന്ന പണം സമാഹരിച്ച് രാജ്യത്തിന് പുറത്തേക്ക് കൈമാറുന്ന സംഘത്തിലെ പ്രധാനികളാണ് ഇവരെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്ന് റിമാൻഡ് ചെയ്തു. അന്വേഷണ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർ K ശ്രീഹരി, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ബിന്ദു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് ശങ്കർ, അനൂപ്, സിവിൽ പോലീസ് ഓഫീസർ നബിൽ ഷാ എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 9 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ മുള്ളൂർക്കര സ്വദേശിക്ക് 40 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. മുള്ളൂർക്കര കൂർക്കപ്പറമ്പിൽ 54 വയസ്സുള്ള സുരേഷിനെയാണ് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചത്. 2024 മാർച്ചിലാണ് കേസിനാസ്പദമായ സംഭവം. ലൈംഗികാതിക്രമം നേരിട്ട കുട്ടിയുടെ പുതുതായി പണിയുന്ന വീട്ടിൽ പണിക്ക് വന്ന സമയത്ത് വീട്ടിൽ വെച്ച് പ്രതി കുട്ടിക്ക് നേരെ ഒന്നിലേറെ തവണ ലൈംഗിക അതിക്രമം നടത്തിയെന്നതാണ് കേസ്. കുട്ടി വീട്ടിൽ വിവരമറിയിച്ചതിനെ തുടർന്നാണ് സംഭവം പുറത്തറിയുന്നത്. ചേലക്കര പോലീസ് സ്റ്റേഷൻ വനിതാ സബ് ഇൻസ്പെക്ടർ രത്നകുമാരി രേഖപ്പെടുത്തിയ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചേലക്കര സബ് ഇൻസ്പെക്ടർ K മണികണ്ഠൻ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി പ്രതി മുള്ളൂർക്കര സ്വദേശി കൂർക്കപ്പറമ്പിൽ സുരേഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് EA സീനത്ത് ഹാജരായി. 19 സാക്ഷികളെ വിസ്തരിച്ചു. വടക്കാഞ്ചേരി പോക്സോ കോടതി ലൈസൺ ഓഫീസർ ഗീത, CPO ഫ്രാൻഡോ എന്നിവർ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേന്ദ്ര പദ്ധതികൾ അട്ടപ്പാടിയിൽ ആസൂത്രിതമായി അട്ടിമറിക്കപ്പെടുകയാണെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാലൻ. ഇക്കാര്യത്തിൽ ഇടത് ഐക്യമുന്നണികൾ ഒറ്റക്കെട്ടാണെന്നും വേണുഗോപാലൻ പറഞ്ഞു. അട്ടപ്പാടി മണ്ഡലം BJP ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു P വേണുഗോപാലൻ. കേന്ദ്ര പദ്ധതികൾ അട്ടപ്പാടിയിൽ എങ്ങനെ നടത്താതെ ഇരിക്കാമെന്നാണ് ഇടത് വലത് രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ചിന്തിക്കുന്നതെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാലൻ ആക്ഷേപിച്ചു. പണ്ട് കാശ്മീരിലേക്കുള്ള ഫണ്ട് ഭീകരവാദികളുടെ കയ്യിൽ എത്തിയിരുന്നതുപോലെ അട്ടപ്പാടിയിലേക്ക് വരുന്ന ഫണ്ട് ആരുടെ കയ്യിലാണ് എത്തുന്നത് എന്ന് കണ്ടുപിടിക്കണം. വികസിത അട്ടപ്പാടി എന്ന മുദ്രാവാക്യമുയർത്തി തിരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ വേണുഗോപാൽ പ്രവർത്തകരെ ആഹ്വാനം ചെയ്തു. ഞാനിപ്പോ നേരെ തന്നെ എന്താണ് കാര്യമെന്ന് പറയാത്തത്, തെരഞ്ഞെടുപ്പിന്റെ വളരെ നേരത്തെ തന്നെ ഞങ്ങൾ ഇന്നത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുഭാഗം ചെയ്യാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്കും എനിക്കും ഒരുപക്ഷെ നിങ്ങൾ പോയി പറയുമ്പോൾ ആ വോട്ടർമാർക്കും അറിയാം. അവരോട് പറയേണ്ട കാര്യം അതാണ്, നിങ്ങൾ BJPയിൽ വിശ്വാസം അർപ്പിച്ചാൽ അട്ടപ്പാടിയുടെ മുഖച്ഛായ മാറ്റും എന്നുള്ളത് 100-ൽ 110% നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതിലൂടെ അട്ടപ്പാടിയുടെ സമഗ്ര വികസനം നമ്മൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. ഞാൻ പല കമ്മിറ്റികളിലും പറയാറ്, പലപ്പോഴും ഞാൻ സ്വയമായിട്ട് വിലയിരുത്തുന്ന സമയത്ത് കാണാറുള്ളത്
പഴയ കാലത്ത് കാശ്മീരിലേക്ക് ഫണ്ടുകൾ വന്നതുപോലെയാണ് അട്ടപ്പാടിയിലേക്ക് കേന്ദ്ര ഫണ്ട്. കാശ്മീരിലെ 370 വകുപ്പുള്ളപ്പോഴും അതിന്റെ മുന്നേയും അവിടെ അതിനുശേഷവും ഫണ്ട് വന്നിരുന്നു. പക്ഷെ ഫണ്ട് എവിടെ എത്തുന്നു? സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് ഗുണമുണ്ടോ? അതൊന്നുമില്ല. അതാണ് കുറെ തീവ്രവാദികളുടെ കയ്യിലേക്ക്, കുറച്ച് ഭീകരവാദികളുടെ കയ്യിലേക്ക് ആ പൈസ പോയി. ഭരണത്തിലുള്ള ആളുകളും ഭീകരവാദികളോട് കൂട്ടു നിൽക്കുന്നതുകൊണ്ട് ആ പണം അങ്ങനെ ഒഴുകിയിരുന്നു. സാധാരണക്കാരന് യാതൊരു ഗുണവുമില്ല. അപ്പൊ സാധാരണക്കാരായുള്ള കുട്ടികൾക്കൊക്കെ അന്ന് വല്ല പൈസയും കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ആളുകൾക്ക് പൈസ കിട്ടണമെങ്കിൽ അവർ ഭീകരവാദികളിൽ നിന്ന് കാശ് വാങ്ങിക്കൊണ്ട് ഈ പട്ടാളക്കാരെയും അല്ലാത്ത ആളുകളെയും കല്ലെറിയാനൊക്കെ അവർ കാശ് വാങ്ങുന്ന സ്ഥിതിവിശേഷമാണ്. അവർ വേറെ വഴിയില്ലാത്ത സ്ഥിതിവിശേഷം. പക്ഷേ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരികയും കറക്റ്റായിട്ട് ആ പൈസ എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും അതോടൊപ്പം അവിടുത്തെ 370 വകുപ്പ് എടുത്തു മാറ്റിക്കൊണ്ട് ജനങ്ങൾക്ക് പൂർണ്ണമായുള്ള സ്വാതന്ത്ര്യം, ആ പൈസ എത്തേണ്ട സ്ഥലത്തെത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പൊ ഭീകരവാദികളെ 100% ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. പലപ്പോഴും അവരുടെ വികസനം അവർ പരസ്യമായി പഹൽഗാം ആക്രമണത്തിന് ശേഷം BJP മണ്ഡലം പ്രസിഡന്റ് സൽജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി B മനോജ്, വൈസ് പ്രസിഡന്റ് EP നന്ദകുമാർ, സെക്രട്ടറിമാരായ ഗോപകുമാർ, സുഷമ ശ്രീറാം, മറ്റ് ഭാരവാഹികളായ രാജേഷ് വെള്ളോത്ത്, സിബി, രാകേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പുള്ളി പട്ടാമ്പി റോഡിൽ കണയം റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തെ കുഴികളടച്ച് മുൻ കൗൺസിലർ. സിംകോ കമ്പനിക്ക് എതിർവശം ഏതാനും മാസങ്ങളായി പാത തകർന്ന നിലയിലാണ്. മുൻ കൗൺസിലറുടെ നേതൃത്വത്തിൽ ഈ ഭാഗത്ത് കോൺക്രീറ്റ് ഉപയോഗിച്ച് കുഴികൾ അടയ്ക്കുകയായിരുന്നു. മഴക്കാലം ആരംഭിച്ചതോടെ ഈ ഭാഗത്ത് ഗതാഗത ക്ലേശം രൂക്ഷമായിരുന്നു. ചെറിയ കുഴികൾ കൂടുതൽ പൊട്ടിപ്പൊളിഞ്ഞ് വലുതായി. ഇരുചക്ര വാഹന യാത്രക്കാർ കുഴികളിൽ വീണ് അപകടമുണ്ടാകുന്ന സാഹചര്യത്തിലാണ് മുൻ കൗൺസിലർ വിപിൻനാഥിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ റോഡിലെ കുഴികൾ കോൺക്രീറ്റ് ഉപയോഗിച്ചടച്ചത്. ആദ്യം GSB മെറ്റീരിയൽ ഉപയോഗിച്ച് കുഴികൾ അടച്ചു. രാത്രിയോടെയാണ് കോൺക്രീറ്റ് ചെയ്തത്. KK മനോജ്, അഭിനവ്, അഖിൽ, പ്രണവ്, മെബിൻ മോഹൻ, അരുൺ, അനുഷാഗ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരളശ്ശേരി ഹൈസ്കൂളിലെ അറബിക് ക്ലബ്ബ്, സംസ്കൃതം ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ ബഷീർ ദിനം ആചരിച്ചു. സാഹിത്യകാരി തുളസി കേരളശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കഥാപാത്രമാക്കിക്കൊണ്ട് കഥകൾ എഴുതാൻ ധൈര്യം കാണിച്ച ആളാണ് ബേപ്പൂർ സുൽത്താൻ. അതുമല്ല, ഏത് കുട്ടിക്കും 6ാം ക്ലാസ്സുകാരന് വായിച്ചാലും മനസ്സിലാവും, 10ാം ക്ലാസ്സുകാരന് വായിച്ചാലും മനസ്സിലാവും, ഡിഗ്രിക്കാരന് വായിച്ചാലും മനസ്സിലാവും, ഏത് ചെറിയ കുട്ടിക്ക് വായിച്ചാലും മനസ്സിലാവുന്ന കഥകളാണ് ആരെഴുതിയത്. അന്നത്തെ കാലത്ത് വലിയ വലിയ സാഹിത്യകാരന്മാർ ഈ കഥകളെയൊക്കെ നിസ്സാരമായിട്ട് കണ്ടു. എന്നുവെച്ചാൽ ഇതൊക്കെ ഒരു കഥയാണോ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഒരിക്കൽ ബാല്യകാല സഖി എഴുതിയിട്ട് പ്രസിദ്ധീകരണത്തിന് അയച്ചു കൊടുത്തപ്പോൾ ഇത് എന്തിനും പെടുത്താം ചോദിച്ചത്രേ. എന്നുവെച്ചാൽ ഇതൊക്കെ ഒരു നോവലാണോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗഡ്സ് ആലോചിക്കണം. സ്കൂൾ പ്രധാനാധ്യാപിക P രാധിക അധ്യക്ഷത വഹിച്ചു. ബഷീറിൻ്റെ പുസ്തക വായന, വീഡിയോ പ്രദർശനം, ചരിത്രവിസ്മയം, ബോധവൽക്കരണം എന്നീ പരിപാടികൾ നടത്തി. അറബിക് അധ്യാപകൻ VM നൌഷാദ്, സംസ്കൃത അധ്യാപകൻ AT ഹരിപ്രസാദ്, ക്ലബ്ബ് ക്യാപ്റ്റന്മാരായ KB ആയിഷ ഷബ്നം, PA ജംഷീർ, KS അനഘ, ശ്രീഭദ്ര K ഉണ്ണി, AI ആദിൽ, NS ഷാദിയ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വനം വകുപ്പിന്റെ സേവനങ്ങളെ വില കുറച്ചു കാണുന്ന സമീപനം മാറണമെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ. പാലക്കാട്ട് സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ വനമഹോത്സവം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു K ബിനുമോൾ. ഇന്നും ഏറെ പ്രാധാന്യത്തോടെ നമ്മുടെ സമൂഹം ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നുള്ള ധാരണയുടെ പുറത്താണ് ഇത്തരം ഓരോ ദിവസങ്ങളും ആഴ്ചകളും ഒക്കെ നമുക്ക് വേണ്ടി സമ്മാനിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഏറെ നമ്മുടേത് പോകുന്ന ഒരു ഞാൻ വിചാരിക്കും. എല്ലാവരും കൂടി കലർന്ന് ഏറ്റവും സംതൃപ്തമായ സമൂഹമായിട്ട് നമ്മുടെ സമൂഹം മാറുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളപ്പോഴും ആ പ്രശ്നത്തെയും പ്രയാസത്തെയും ഒക്കെ മറികടന്നു വരുന്നത് കൂട്ടായ്മയോടുകൂടെ ആഗ്രഹിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ രാജ്യത്തിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ K വിജയാനന്ദൻ അധ്യക്ഷത വഹിച്ചു. വന്യജീവി വിഭാഗം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ T ഉമ വനമഹോത്സവ സന്ദേശം നൽകി. കോട്ടായി ചെറുകുളം പല്ലൂക്കാവിനും തൃത്താല
കണിശാഖാമന സർപ്പക്കാവിനുമുള്ള ധനസഹായ വിതരണവും ചടങ്ങിൽ നടന്നു. പാലക്കാട് DFO രവികുമാർ മീണ, സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ സുമു സക്കറിയ, ജില്ലാ വിദ്യാഭ്യാസ സൂപ്രണ്ട് VK വിനോദ് കുമാർ, പുതുപ്പരിയാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ, റേഞ്ച് ഓഫീസർ ജെറിൻ ആന്റണി എന്നിവർ പ്രസംഗിച്ചു. ഫോറസ്ട്രി ക്ലബ്ബ് കോർഡിനേറ്റർമാർക്കായി നടത്തിയ ശില്പശാലയിൽ തൃശൂർ സെന്റ് അലോഷ്യസ് കോളേജിലെ ഡോക്ടർ ജെയിൻ J തേരാട്ടിൽ വിഷയം അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാത്തൂർ അയ്യങ്കാളി കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്തെ വാട്ടർ ATM പ്രവർത്തന സജ്ജം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ വാട്ടർ ATM നാടിന് സമർപ്പിച്ചു. മാത്തൂർ അയ്യങ്കാളി കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. വൈസ് പ്രസിഡന്റ് PR പ്രസാദ് അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നദീറ ഇസ്മായിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രേമദാസൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ പ്രകാശൻ, പഞ്ചായത്ത് അംഗം രമേഷ് എന്നിവർ പ്രസംഗിച്ചു. ICDS സൂപ്പർവൈസർ ജലജ സ്വാഗതവും പഞ്ചായത്ത് മെമ്പർ ഷാഹിദ ശിവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ്. പാലക്കാട്ട് റോഡ് ഉപരോധ സമരത്തിൽ സംഘർഷം. പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു. വാടാനംകുറിശ്ശിയിലെ യാത്രാക്ലേശം. പ്രതിഷേധവുമായി BMS. മോട്ടോർ ആൻഡ് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച്. വാടാനംകുറിശ്ശി മേൽപ്പാലം സർവീസ് റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് മുഖ്യ ആവശ്യം. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ്. തൃശൂർ സ്വദേശിനിയുടെ 80 ലക്ഷം രൂപ തട്ടിയെടുത്ത കർണാടക സ്വദേശികൾ അറസ്റ്റിൽ. തൃശൂർ സിറ്റി പോലീസ് പ്രതികളെ പിടികൂടിയത് ബെല്ലാരി പോലീസിന്റെ സഹായത്തോടെ കർണാടകയിൽ വെച്ച്. അട്ടപ്പാടിയിൽ കേന്ദ്ര പദ്ധതികൾ ആസൂത്രിതമായി അട്ടിമറിക്കപ്പെടുകയാണെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാലൻ. ഇക്കാര്യത്തിൽ ഇടത് ഐക്യമുന്നണിക്കാരും ഉദ്യോഗസ്ഥരും ഒറ്റക്കെട്ടെന്നും ആരോപണം. അട്ടപ്പാടി മണ്ഡലം BJP ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. 9 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ മുള്ളൂർക്കര സ്വദേശിക്ക് 40 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും. വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത് മുള്ളൂർക്കര കൂർക്കപ്പറമ്പിൽ 54 വയസ്സുള്ള സുരേഷിനെ. കേസിനാസ്പദമായ സംഭവം നടന്നത് 2024 മാർച്ചിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.